ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം ആ വ്യക്തി കള്ളം പറഞ്ഞു എന്നുള്ളതല്ല, ഇന്നു മുതൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാകില്ല. അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്ക് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കുക എന്നത്. ഒന്നിലും അതിര് കടക്കരുത്. പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത്. എല്ലായ്പ്പോഴും മിതത്വമുള്ളവനായിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഒരുപക്ഷെ ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമായേക്കാമെന്ന് തിരിച്ചറിയുക. വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ബുദ്ധിമാൻ അവസരങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്നു. വിലയറിയാതെ വലിച്ചെറിയുന്ന പലതും വിലയറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. നമ്മുടെ വില അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും. മുതലെടുക്കുന്നവരുടെ അല്ല, മുതൽക്കൂട്ടാകുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടുകൂട്ടേണ്ടത്. എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷെ എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ തീർച്ചയായും നമുക്ക് കഴിയും. കാലം ഏറ്റവും മികച്ച ശില്പിയാണ്. ഭാവിയുടെ സാധ്യതകൾ രൂപപ്പെടുത്തുമ്പോൾ ഭൂതകാല നിമിഷങ്ങൾ കൊത്തിമാറ്റി നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നു. ചെളിവെള്ളത്തിലാണ് താമര വിരിയുന്നത്. എത്ര മോശം സാഹചര്യത്തിലും ആത്മബലം കൈവിടാത്തവർക്ക് വിജയം സുനിശ്ചിത. വേണ്ട എന്ന് തോന്നുന്ന പല കാര്യങ്ങൾ വേണ്ട എന്നു തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. മറവി കൊണ്ട് മുറിവുണക്കാം എന്നത് വേദനിപ്പിച്ചവരുടെ മാത്രം വ്യാമോഹമാണ്. വേദനയേറ്റവന്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടു പോകുവാനും ആഗ്രഹിച്ചാൽ അവൾ നിങ്ങളെ ആദ്യമേ തന്നെ അവിശ്വസിക്കാൻ തുടങ്ങും. എപ്പോഴും വേദനിക്കുന്നവരുടെ മനസ്സ് പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോട് ജീവിക്കുന്നത്. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു, എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെ ആയിരിക്കണം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ. ഭൂതകാലത്തിൽ വസിക്കരുത്. ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുകയും അരുത്. വർത്തമാന നിമിഷത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. എല്ലാ സൗഹൃദത്തിനു പിന്നിലും ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യമെങ്കിലും ഉണ്ടാകും. സ്വാർത്ഥ താല്പര്യമില്ലാത്ത സൗഹൃദം ഇല്ല എന്നത് കയ്പുള്ള ഒരു സത്യമാണ്. കയ്യിലുള്ള ഉറപ്പുള്ളതിനെ ഉപേക്ഷിച്ച് വലുതാണെന്ന് തീർച്ചയില്ലാത്തതിനെ തേടിപ്പോകുന്നവർക്ക് രണ്ടും നഷ്ടപ്പെടാം. ആരും പൂർണ്ണരല്ല. കുറവുകളിലും അപൂർണതകളിലും വിഷമിക്കേണ്ടതില്ല. നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായം തേടേണ്ടതില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും. സാഹചര്യങ്ങൾ ഏറ്റവും മികച്ചതാകുന്നത് വരെ കാത്തിരിക്കരുത്. ഇപ്പോൾ തന്നെ തുടങ്ങുക. സാഹചര്യങ്ങൾ കാലക്രമേണ മികച്ചതായി തീരുന്നതാണ്. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്, എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. ഓരോ നോവുകളും വിജയിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ്. ഓരോ തിരസ്കരണങ്ങളും ഉയരുവാനുള്ള വാശി നമ്മളിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. നല്ല ചിന്തകൾ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാനുള്ള നല്ലൊരു മനസ്സും ദൃഢനിശ്ചയവും കൂടി ചേരുമ്പോഴാണ് നല്ല ചിന്തകൾ എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. നിങ്ങളുടെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക. മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും. കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരായിരിക്കും. താൻ ഒരിക്കലും അതിന്റെ തണലിൽ ഇരിക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതം എന്നാൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക.
സംഭവിച്ചത് എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. മുഖത്ത് മേക്കപ്പ് ഇടാത്ത സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരായിരിക്കും. ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല, തനിച്ച് നടന്നപ്പോൾ പിന്നിൽ നിന്നും വിളിക്കാൻ പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് കരുതി നെഞ്ചോട് ചേർക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ആലോചിക്കുക, അവർക്ക് പ്രിയപ്പെട്ടത് നമ്മളാണോ എന്ന്. മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയ കാര്യമാണ്. നമ്മളെ അറിയുന്നവർ പലരുമുണ്ടാകും, എന്നാൽ നമ്മളെ മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമേ കാണൂ. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആകുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം. ചില ബന്ധങ്ങൾ നിലനിൽക്കാൻ അതാണ് നല്ലത്. വിഡ്ഢിയാകുന്നതും ചതിക്കുന്നതുമൊക്കെ നല്ലതാണ്, പക്ഷേ അത് ജീവന് തുല്യം സ്നേഹിച്ചവരോടാകരുത്. നമ്മൾ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്നവരുടെ ഉള്ളിൽ നമുക്കൊക്കെ വെറും ചവറ്റുകുട്ടയുടെ പേപ്പറിന്റെ വിലയെ ഉണ്ടാവാറുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിപ്പോകും. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളെ അവഹേളിക്കുന്നത് വെറും 2 കാരണങ്ങളാണ്. ഒന്നെങ്കിൽ അയാളോടുള്ള ബഹുമാനക്കുറവ് മൂലം, അല്ലെങ്കിൽ അയാളോടുള്ള വിശ്വാസക്കുറവ് കാരണം. ജീവിതം നിങ്ങളെ നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നു. പലതും നല്ലതും ചിലത് ചീത്തയും. നല്ലതിൽ നിന്ന് മാത്രം പഠിക്കുക, തിന്മയെ മറക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. അറിവ് ഒരു കൃഷിയിടമാണ്. നിങ്ങൾ നിലമൊരുക്കി വിത്ത് വിതച്ചില്ലെങ്കിൽ വിളവെടുക്കാൻ സാധിക്കില്ല. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. പെരുമഴയത്ത് കുട പിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ കുടക്കീഴിലേക്ക് ഓടി വരും ചിലരൊക്കെ. അത് നമ്മളെ കണ്ടല്ല, കുട മോഹിച്ചവരാണ്. മഴ തീർന്നാൽ അവരങ്ങ് പോകും. അത് മനസ്സിലാക്കിയാൽ ജീവിതം എളുപ്പമാണ്. ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരുകളിലാണ്, ഭംഗിയുള്ള പൂക്കളിലല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളിലല്ല, നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത കാണിക്കും. കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും പലപ്പോഴും. ഒരർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും. കൂട്ടിനാരുമില്ലെന്ന് സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കണം. ഒരു പക്ഷേ അത് തന്നെയാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ജന്മനാ വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചതു മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ജീവിതം എന്നാൽ ഒരു തുറന്ന പുസ്തകമാണ്. വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെയിരിക്കും ആ പുസ്തകത്തിന്റെ സാരാംശം. സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം എത്രയോ രസകരമാണ്. സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, പെരുമാറ്റം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുന്നതും വലിയ സഹായമാണ്. കണക്കുകൾ കൂട്ടിക്കിഴിച്ച് അളക്കുമ്പോൾ നഷ്ടങ്ങളുടെ ഭാരം കൂടുതൽ കണക്കുകൾ സൂക്ഷിക്കാൻ മറന്നുപോയവരുടെ ത്രാസിനായിരിക്കും. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയം. വന്ന് ഭവിച്ചതിനോളം വലുതൊന്നും ജീവിതത്തിൽ ഇനി വരാനില്ല എന്നതാണ് ഏറ്റവും വലിയ ധൈര്യവും കരുത്തും. ജീവിതമാണ്. നമ്മൾ പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. അവയെല്ലാം മറികടക്കണം, നേരിടണം, വിജയിക്കണം. നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയാൽ കാണിച്ചു കൊടുക്കുന്നിടത്താണ് ജീവിതത്തിന്റെ മൂല്യം. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്.
നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് കരുതി നെഞ്ചോട് ചേർക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ആലോചിക്കുക, അവർക്കും പ്രിയപ്പെട്ടത് നമ്മളാണോ എന്ന്. മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയ കാര്യമാണ്. നമ്മളെ അറിയുന്നവർ പലരുമുണ്ടാകും, എന്നാൽ നമ്മളെ മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമേ കാണൂ. സൈക്കോളജി പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് നിങ്ങളെ തിരിച്ചും ഇഷ്ടമുണ്ടോ എന്നറിയുവാൻ അവരുടെ കണ്ണുകൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആകുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രശംസിക്കുന്നവരെക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്, പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക, എന്നാൽ മനസ്സും നന്നാകും. മനസ്സു നന്നായാൽ പ്രവൃത്തിയും, അങ്ങനെ വ്യക്തിയും നന്നാകും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാകും. എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ ചിരിച്ചുകൊണ്ട് നടക്കണം. നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ്. സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിക്കണം. ജീവിതം 2 കാലുകളാണെന്ന് സങ്കല്പിക്കുക. മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല, പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല. കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന്. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ജീവിതത്തിൽ വിജയം നേടിയവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല, പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. നിങ്ങൾ ആളുകളെ വിധിക്കുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാകില്ല. ഈ ലോകത്ത് നിങ്ങളെ സന്തോഷപ്പെടുത്താൻ മറ്റാരേക്കാളും യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞ 2 പേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണമൊന്നുമില്ല. അവരവിടെ നിശബ്ദരായിരിക്കും. സൈക്കോളജി പറയുന്നു, ഒരു പുരുഷൻ സ്ത്രീയിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് അവളുടെ പെരുമാറ്റത്തെയാണ്. ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമം ഇതാ: കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല. ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ്. പരിശീലനമില്ലാതെ അറിവില്ല, അറിവില്ലാതെ ആത്മവിശ്വാസമില്ല, ആത്മവിശ്വാസമില്ലാതെ വിജയമില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നതെന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്ന് ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. തീജ്വാലയിൽ പ്രാണികൾ എരിഞ്ഞടങ്ങുന്നു. അത്യാഗ്രഹി അവന്റെ ധിക്കാരത്താൽ കൊല്ലപ്പെടുന്നു. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താമെന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. വെറുക്കുന്ന ചിന്താഗതിയിൽ നിന്ന് മുക്തരായവർ ആരൊക്കെയാണോ അവർ തീർച്ചയായും സമാധാനത്തെ കണ്ടെത്തും.
നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും പഠിക്കുക. അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വിശ്വസിക്കുന്നവരെ സൂക്ഷിക്കുക. ഉപ്പും പഞ്ചസാരയും നിറത്തിൽ ഒരുപോലെയാണ്, എന്നാൽ ഗുണമോ തീർത്തും വിപരീതവും ഇതുപോലെയാണ് മനുഷ്യരും. എല്ലായ്പ്പോഴും നുണ പറയുന്ന, അമിതമായി പണം ചിലവഴിക്കുന്ന സ്ത്രീകൾ അപകടകാരികളാണ്. ജാഗ്രത. തെറ്റുകൾ വന്നു പോകുന്നതിനാൽ കുറ്റകരമായ ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിരലിൽ ചിലപ്പോൾ ചിരി പടർത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാകരുത്. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവുമാകരുത്. അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. ആരെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം വെളിച്ചമുണ്ടാകുന്നത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമ്മോടൊപ്പം ഉണ്ടാകൂ. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. മനുഷ്യർ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാളേറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ്. ഇല്ല എന്ന് പറയുവാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. അവനവന് കീഴടങ്ങുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. കാപഠ്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. 1000 തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ്, മനസ്സിലും ജീവിതത്തിലും. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. നല്ല ചിന്തയാൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നിധി അറിവാണ്. രണ്ടാമത്തേത് മക്കൾ. ഏറ്റവും അവസാനത്തെ നിധി മാത്രമാണ് പണവും സമ്പാദ്യങ്ങളും. ഒരു സ്ത്രീ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം അവളുടെ നിങ്ങളോടുള്ള ആത്മാർത്ഥതയാണ്. മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്താണെന്നറിയാതെ ഒരിക്കലും ആരിലേക്കും ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുക. കാരണം അവർക്കും നമ്മൾ ഒരു പക്ഷേ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാവാം.